നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെയുള്ള TCയുടെ യാത്രയിൽ എത്തി നിൽക്കുന്നത് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. കായലും കനാലും പുഴയും തോടുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ജില്ലയിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 5 ചതുരശ്ര കിലോമീറ്റർ അധികം വിസ്തൃതിയുള്ള പഞ്ചായത്താണ് ഒരുമനയൂർ. ചാവക്കാട് താലൂക്ക് ബ്ലോക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കഞ്ചേരി മുതൽ ചാത്തൻതറ വരെ നീണ്ടുകിടക്കുന്ന 13 വാർഡുകളാണുള്ളത്. രാഷ്ട്രീയമായി കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFന് കൂടുതൽ ശക്തി കേന്ദ്രമായ പഞ്ചായത്താണ് ഒരുമനയൂർ. ഇടക്കാലത്ത് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ LDF ആണ് ഒരുമനയൂർ പഞ്ചായത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളുമൊക്കെ ഏതുവിധം ആയി എന്നറിയാൻ അത്തരമൊരു ചർച്ചയിലേക്ക്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPMൻ്റെ പ്രതിനിധി കൂടിയായ വിജിത സന്തോഷ്, ഒപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ KJ ചാക്കോ, ഒപ്പം തന്നെ ഏക പഞ്ചായത്തിലെ BJP പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സിന്ധു അശോകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. കാരണം ഈ ഒരു കാലയളവിൽ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് പ്രസിഡന്റ് തന്നെ പറയും. എങ്ങനെയാണ് പ്രസിഡന്റ് നിലവിലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? നമസ്കാരം. കഴിഞ്ഞ 4 വർഷമായിട്ട് സമസ്ത മേഖലയിലും നല്ല വികസനങ്ങൾ കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും നല്ലൊരു മിഷനിലെ ഒന്നായ ലൈഫ് മിഷൻ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഒരുമനയൂർ പഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെ SC 62ഉം ജനറൽ 62 പേരാണുള്ളത്. അപ്പോൾ അതിൽ തന്നെ 22 പേർക്കും 22 പേര് 25 പേര് ജനറലിനും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥലം വാങ്ങിക്കൽ, ഭൂരഹിത ഭവനരഹിതരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്താണ് ഇപ്പോൾ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തുള്ളത്. ഏകദേശം 11 പേർക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി ഒരുമനയൂർ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണുന്നത്. ഒരു ജനങ്ങൾക്ക് ജീവിക്കാനൊരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാർപ്പിടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ശുചിത്വ മേഖല എടുക്കുകയാണെങ്കിൽ ശുചിത്വ മേഖലയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഹരിതകർമ്മസേന 25 പേരടങ്ങുന്ന ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലീൻ ഒരുമനയൂരാക്കാൻ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളൊന്നുമില്ലാതെ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ്, അത് ഏറ്റവും വലിയ നല്ല രീതിയിൽ തന്നെ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 MCF കേന്ദ്രം നമുക്കുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ഭരണസമിതി തുടങ്ങുന്ന സമയത്താണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അടുത്ത കെട്ടിടം പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ 3 കോടി രൂപ ടാങ്കിക്കും അതുപോലെ തന്നെ 2 കോടി രൂപയുടെ നമ്മുടെ പൈപ്പ് ലൈനും വേണ്ടിയിട്ട് പദ്ധതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഒരുമനയൂരിൻ്റെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി മാറും. അപ്പോൾ അങ്ങനെയാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അലോപ്പതി, ആയുർവേദ, ഹോമിയോ തുടങ്ങി 3 തരത്തിലുള്ള ആരോഗ്യ മേഖലയും ഒരുമനയൂർ പഞ്ചായത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ ഹോമിയോ ഡിസ്പെൻസറി തന്നെ നമ്മുടെ ഒരുമനയൂർ പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു, ചിരകാല സ്വപ്നം എന്ന് പറയാം. അപ്പോൾ അത് ഈ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിലും ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നതിലും വലിയൊരു അഭിമാനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അലോപ്പതി രംഗത്ത് ഇപ്പോൾ 4 മണി വരെ ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നമ്മൾ പഞ്ചായത്ത് പദ്ധതിയിൽ തന്നെ വെച്ചുകൊണ്ട് 4 മണി വരെയുള്ള സേവനങ്ങൾ കൊടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയിലും ഭിന്നശേഷിക്കാരായാലും ഒക്കെ നമുക്ക് നല്ല നല്ല പദ്ധതികൾ ചെയ്തുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരോടൊപ്പം നിശ്ചിത ശതമാനം തുക മാറ്റി വെച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് എല്ലാ വർഷവും നമ്മൾ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മൃഗസംരക്ഷണ മേഖലയിലാണെങ്കിൽ ഇപ്പോൾ പശു ആയാലും ആടായാലും അങ്ങനെ മുട്ടക്കോഴി വളർത്തൽ തുടങ്ങിയ പദ്ധതികൾ കൊടുത്തുകൊണ്ട് തന്നെ അവരെ സംരക്ഷണ മേഖലയെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ നമ്മുടെ നിലവിലുള്ള പദ്ധതി അല്ലെങ്കിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടുംബശ്രീ മുഖേന വനിതാ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ഇപ്പോൾ ഈ വർഷം തന്നെ ഒരു 3 ലക്ഷം രൂപ സഹായിച്ചുകൊണ്ട് തന്നെ ഒരു വെളിച്ചെണ്ണ മില്ല്
നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഇപ്പോൾ തന്നെ കൈമാറുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബശ്രീക്കാർ ഉപയോഗിച്ചുകൊണ്ടൊരു ടീ ഷോപ്പ് നമ്മളിപ്പോൾ നിലവിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു മാർച്ചിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നടക്കും. അവർക്കൊക്കെ 3 ലക്ഷം രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത്. അതുപോലെ 2,70,000 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് വനിതാ രംഗത്ത് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ലൂയിസുകൾ, അർബൻ എഗ്ലോമറേഷൻ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്ലൂയിസുകളെല്ലാം നല്ല സാങ്കേതിക സ്ലൂയിസുകളാക്കി മാറ്റാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വനിതാ ജിംനേഷ്യം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഒരു വനിതാ ജിംനേഷ്യത്തിൻ്റെ എല്ലാ എക്യുപ്മെൻസും സാധനങ്ങളെല്ലാം വന്ന് നമ്മുടെ പ്രമിസൈസും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് റെഡിയാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് നല്ല ആരോഗ്യരംഗത്ത് നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീകൾക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ വനിതാ ജിംനേഷ്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഈ മാസം തന്നെ ഏകദേശം ഉദ്ഘാടനം എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റു മേഖലയിലായാലും നമ്മൾ പരമാവധി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ റോഡുകളൊക്കെ തകർന്ന നിലയിൽ തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ജലജീവൻ മിഷൻ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് പദ്ധതിയിൽ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല റോഡുകളും തകർന്ന് നാമാവിശേഷമായ രീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മളതൊരുവിധം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സമാന്തര റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഒരുവിനുപഞ്ച സമാന്തര റോഡ്. അതിന് MLA ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു 45 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികളാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാർച്ചിൽ തന്നെ അത് പണി പൂർത്തീകരിച്ചുകൊണ്ട് ആ ഒരു റോഡ് നല്ല റോഡായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ 1 കോടി വർക്ക് ബഹുമാനപ്പെട്ട MLA നമുക്കറിയാം, ഈ പഞ്ചായത്തിൽ ആളോഹരി വിഹിതം കുറഞ്ഞുകൊണ്ട് പ്ലാൻ ഫണ്ട് വളരെ കുറച്ചുള്ളൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ MLA ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA NK അക്ബറിന് ഒരുപാട് ഫണ്ടുകളാണ് നമുക്ക് നൽകി വരുന്നത്. ഇപ്പോൾ ഫെറി റോഡ് 1 കോടി രൂപ ചെലവ് വരുന്ന ഫെറി റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാന അതുപോലെ തന്നെ നല്ല നിലവാരത്തിലുള്ള റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അംബേദ്കർ ഗ്രാമ പദ്ധതി ഇപ്പം ഞങ്ങൾ ഈ ഭരണസമിതി വന്ന് ഫസ്റ്റ് തന്നെ ഒരു അംബേദ്കർ ഗ്രാമ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അവിടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വീട് മെയിൻ്റനൻസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. ഇപ്പോൾ തെക്കഞ്ചേരി അംബേദ്കർ ഗ്രാമ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 42 പേർക്ക് SC വിഭാഗത്തിൽപ്പെട്ട 42 പേർക്ക് വീട് മെയിൻ്റനൻസ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ റോഡായാലും കാനിയായാലും എല്ലാതും 1 കോടി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗവും വികസന രംഗത്താണ്. ഇപ്പോൾ ഈ ഏപ്രിൽ തന്നെ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ 4 വർഷക്കാലമായി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഈ ഭരണസമിതിക്കുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും കിട്ടിയ അവസരത്തിൽ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളം മുതൽ ആരോഗ്യം മുതൽ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എന്തായാലും നമുക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗം ചാക്കോ മെമ്പർക്ക് എന്തായി ഇതിന് പറയുന്നതെന്ന് നമുക്ക് നോക്കേണ്ടി വരും. എങ്ങനെ മെമ്പറെ ഈ പ്രസിഡന്റ് പറയുന്നതൊക്കെ തന്നെ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? വികസനമാണോ പഞ്ചായത്തിൽ? നമസ്കാരം. പ്രസിഡന്റ് പറഞ്ഞത് പ്രസിഡന്റിൻ്റെ ഒരു ഭാഷ, പക്ഷെ അത് യോജിക്കാൻ പറ്റുന്ന രീതിയല്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ റോഡുകൾ ഒരു മനുഷ്യന് വേണ്ടതായുള്ള വഴി, വെളിച്ചം, അതുപോലെ റോഡ്, ഈ കുടിവെള്ളം, ഈ 3 മേഖല ഒരുമനിയൂർ പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ആൾക്ക് ഒരു സ്കൂട്ടറുമ്പോൾ പോകാൻ പറ്റുന്ന റോഡ് ഇവിടെ ഉണ്ടെങ്കിൽ പ്രസിഡന്റ് പറയട്ടെ, ഒന്നുമില്ല. തകർന്ന് തരിപ്പണമായ റോഡ്. ജലജീവൻ്റെതാണ് പേര്. ഈ ജലജീവൻ ഇത് കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് വെക്കുകയെ, ഈ എഗ്രിമെൻറ്റ് വെച്ചിട്ട് അത് എത്ര കാലം കൊണ്ട് റെഡിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാടെടുത്തിട്ടില്ല. അതിൻ്റെ ഒപ്പം ഒരു ഫോളോ അപ്പ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് അവർ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. റോഡുകൾ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ഞങ്ങൾ കയറി അപ്പം തൊട്ട് തുടങ്ങിയതാണ് MLA വർക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ എന്താ പറയുന്നുണ്ട്, ടെൻഡറായി എന്ന് പറയുന്നുണ്ട്. ഇതുവരെ അതും ഒന്നായിട്ടില്ല. ഒരു ഹൈവേ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ മറ്റേ പഞ്ചായത്തിൻ്റെ സർവീസ് റോഡ്, അതായത് നമ്മുടെ മൂന്നാങ്കല്ല് മുതൽ കണ്ണുകുത്തി വരെയുള്ള റോഡാണ് അതിനൊരു സർവീസ് റോഡ് എന്ന് പറയാം. ആ റോഡ് നിങ്ങൾക്ക് പോയാൽ തന്നെ അറിയാം, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡാണ്. അതേമാതിരി ജലജീവൻ്റെ എല്ലാ വീട്ടുകാർക്കും കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട വീട്ടുകാർക്ക് വെള്ളം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ തുള്ളി വെള്ളം വന്നിട്ടില്ല. ഇപ്പോൾ വില്ലേജിൽ പോയാൽ കെട്ട് കണക്കിനാണ് ആറാറ് പൈസ അടയ്ക്കാണ്ട്, വെള്ളം തരാണ്ട് അവർ പൈസ അടയ്ക്കില്ലല്ലോ. അപ്പോൾ അവരെ കഷ്ടപ്പെടുത്തുന്ന ഒരു നയമാണ് ഈ ജലജീവൻ്റെ
ഒരു ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ച് റോഡുമില്ല വെള്ളമില്ലാത്ത അവസ്ഥയായി. ഇവിടെ നിരവധി ഈ ഒരുമനൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ്, ചുറ്റും പുഴയാണ്. ഈ പുഴയിൽ ഇവിടെ 6 വരൾച്ചയുടെ ഭാഗമായിട്ട് 6 വലിയ കിണറുകളുണ്ട്. അതേമാതിരി 2-3 പൊതു കുളങ്ങളുണ്ട്. ഈ 6 കിണറിലെ കുടിവെള്ള പദ്ധതിയിൽ ഈ ചെറുകിട കുടിവെള്ള പദ്ധതി 2 5-ാം വാർഡിലും 6-ാം വാർഡിലും ഒഴിച്ച് അത് കഴിഞ്ഞ ഭരണസമിതി ചെയ്തല്ലാതെ ഇപ്രാവശ്യം ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത ഒരു മേഖല കുടിവെള്ളത്തിനായിട്ട് പോയിട്ട് ഇപ്പോൾ ഇന്നടക്കം നമ്മുടെ ഈ പടിഞ്ഞാറൻ ബെൽറ്റിൽ ഒരു 4-5 ദിവസമായിട്ട് തുള്ളി വെള്ളമില്ല, ദിവസങ്ങളോളം വിളിക്കുകയാണ്. ഇതിപ്പോൾ മെയിനായിട്ട് ഹൈവേയുടെ പണിയാണ്. പക്ഷേ ഹൈവേ ഇല്ലാത്ത സമയത്തും വെള്ളത്തിന് പ്രശ്നമില്ല. വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്യംസ് മുതലാണ് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു സ്ഥലം. അതായത് ചാവക്കാട് സെൻട്രൽ ടാങ്ക് തുറന്നു കഴിഞ്ഞാൽ JK മാർബിൾസിന് അവിടെ എത്തുമ്പോഴേക്കും വെള്ളം അവിടെ വന്നിട്ടുണ്ടാവും. ആ വെള്ളം ഇവിടെ വരണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാലാണ് ഇങ്ങോട്ട് എത്തുക, ഈ വില്ലേജിൻ്റെ പരിസരത്തേക്ക് എത്തുക. അപ്പോൾ അത്ര വെള്ളത്തിന് ഭയങ്കര ടൈറ്റുള്ളൊരു സ്ഥലത്ത് ഈ ചെറുകിട കുടിവെള്ള പദ്ധതികളല്ലാതെ ഇനി ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കിണർ ഇവിടെ ഉണ്ട്, കിണറിന് നമ്മൾ പൈസ വെക്കേണ്ട ആവശ്യമില്ല. കിണർ പൊതു കിണറുകൾ ഇവിടെ 6 എണ്ണം ഉണ്ട് ഇവിടെ. അതേമാതിരി 2 പൊതുകുളങ്ങളുണ്ട്. ഈ കുളങ്ങൾ വൃത്തിയാക്കിയാൽ തന്നെ ആൾക്കാർക്ക് വന്ന് കുളിക്കാനാ മറ്റുള്ള എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ കുടിവെള്ളത്തിൻ്റെ കേസ്. വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കുടിവെള്ളത്തിനെ പറ്റിയിട്ട്. ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഒന്നും ചെയ്തിട്ടില്ല പ്രസിഡന്റ് ഈ ഭരണസമിതിയുടെ ഭാഗത്തായിട്ട്. അതേമാതിരി ഇവിടെ ടാക്സ് കൂട്ടി, പെർമിറ്റിൻ്റെ ടാക്സ് കൂട്ടി. ഈ പൈസ ആൾക്കാർ ഗവൺമെൻറ് കൂട്ടിയതാണ്, പഞ്ചായത്ത് വാങ്ങി. ഈ വാങ്ങിയ പൈസ ഗവൺമെൻറ് നേരെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? പഞ്ചായത്ത് കൊടുക്കുന്നില്ല. ജനങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പഞ്ചായത്ത് പൈസ കൊടുക്കണ്ടേ? പഞ്ചായത്ത് പറ്റിയ പൈസയല്ലേ, ഞാൻ പറ്റിയതാണ്, ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? അത് പഞ്ചായത്ത് ചെയ്തിട്ടില്ല. ഇവിടെ വില്യംസ് മുതൽ 3-ാം കല്ല് വരെ ഹൈവേയിലുണ്ടായിരുന്ന നിലാവ് പദ്ധതിയിലെ ലൈറ്റ് കംപ്ലീറ്റ് ഊരിക്കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയെന്നൊരു പിടുത്തമില്ല. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പല തീരുമാനം എടുത്തു, അത് ആര് കൊണ്ടുപോയെന്ന് ഇവിടെ കൂരിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, വെള്ളം, വെളിച്ചം, റോഡ്, ഈ 3 മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതേമാതിരി ഇപ്പോൾ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു. ഈ ലൈഫിൽ ഇവിടെ ഒരുമനൂർ പാവപ്പെട്ട ആൾക്കാർ വാങ്ങുന്ന സ്ഥലം നഞ്ചേല അല്ലെങ്കിൽ CR-Z അടുത്തായിരിക്കും. അതിനൊരു ഇളവ് കൊടുത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ നിന്ന് അതിനൊരു ഇളവ് മേടിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകണ്ടേ? LDF ഭരണസമിതിയല്ലേ, LDF തന്നെയല്ലേ ഇവിടെ ഭരിക്കുന്നത്. അതിനൊരു സെപ്പറേറ്റ് ഇളവ് മേടിക്കണം. ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതേമാതിരി ഇവിടെ പഞ്ചായത്തിൽ 3 കിളർക്ക് ഒരു VO ഒരു OA മാസങ്ങളായിട്ട് ഇവിടെ ഇല്ല. ഈ മാർച്ച് മാസത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് ഇവിടെ ടാക്സ് പിരിക്കാനാ, അതേമാതിരി ഇവിടെ മറ്റേ പ്രവർത്തനങ്ങൾ ആൾക്കാർ ഡെത്തിൻ്റെ കാര്യത്തിലാണോ മാരേജിൻ്റെ കാര്യത്തിലാണോ ആകെ കൂടി 4, 5, 11, 12 പേരുണ്ടായിരുന്നത് ഇപ്പോൾ ചുരുങ്ങിയത് 7 പേര് 8 പേരാക്കി മാറി. 4-5 പേര് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടില്ല. ഈ ലൈഫ് ഭവന പദ്ധതി എഗ്രിമെൻറ്റ് വെക്കാൻ 2 VO ഇവിടെ ഉള്ളതാണ്, VO ഉണ്ടായിട്ടില്ല. ഈ LDF ഭരണസമിതിക്ക് MLA ഉണ്ട്, ഭരണമുണ്ടല്ലോ. അവരൊക്കെ കണ്ടിട്ട് ഇത് ഈ സ്റ്റാഫുകളെ കുറവ് നികത്താൻ പറ്റില്ലേ? അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നുള്ള വികസനമല്ലാതെ വേറൊരു വികസനം ഇവിടെ നടന്നിട്ടില്ല. വികസനം മുരടിപ്പാണ് ഈ ഒരുമനൂർ പഞ്ചായത്തിനെ പറ്റിയിട്ട് പറയാൻ എനിക്കുള്ളൂ. ഓക്കെ, എന്തായാലും ചില മറുപടികൾ പ്രസിഡന്റിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് BJP പ്രതിനിധി കൂടിയായ സിന്ധു മെമ്പറിലേക്ക് പോകാം. സിന്ധു മെമ്പർ, എങ്ങനെയാണ് ഇപ്പം കാര്യങ്ങൾ? നിലവിൽ പ്രസിഡന്റ് കുറച്ച് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു, എന്നാൽ വെളിച്ചം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പഞ്ചായത്തെന്ന് ഭരണപക്ഷ അംഗം കൂടി പറയുന്നത്. എങ്ങനെയാണ് സിന്ധു മെമ്പർ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പ്രസിഡന്റ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ആകെ ചെറിയൊരു പഞ്ചായത്താണിത്. തനത് ഫണ്ട് അമിതമായിട്ടില്ലെങ്കിലും ഇല്ലാത്തൊരു പഞ്ചായത്താണെങ്കിലും കിട്ടുന്ന ഫണ്ട് നേരെ വിനിയോഗിക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് തീർത്തുകൂട്ടി പറയാൻ കഴിയും. കാരണം നമ്മൾ ഈ നിങ്ങൾക്ക് തന്നെ ഇവിടെ സഞ്ചരിച്ചാൽ അറിയാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ റോഡിൻ്റെ അവസ്ഥയായാലും വെള്ളത്തിൻ്റെ അവസ്ഥ 3 മാസമായി എൻ്റെ വാർഡിലൊക്കെ വെള്ളം വന്നിട്ട്. അപ്പോൾ നിരന്തരം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി കോണ്ടാക്ട് ചെയ്യുന്നതും 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ ഈ ഭരണം പോകുന്നത്. ജനങ്ങളുടെ മുന്നിൽ എന്താ പറയുക, പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം സൃഷ്ടിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ ഫണ്ടായാലും
എല്ലാം മറ്റേ ലാപ്സാക്കി കളഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് അവരുടെ വാർഡിലേക്ക് അവരുടെ അവർ ഭരിക്കുന്നവിടുത്തെ അല്ലെങ്കിൽ അവരുടെ മെമ്പർമാരുള്ള വാർഡിലേക്ക് മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാളായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തിലാണ് നമുക്കൊരു കുറച്ച് ഫണ്ട് ഒരു റോഡിന് കിട്ടിയിട്ടുള്ളത്. അതുവരെ നമുക്കൊന്നും എത്ര പറഞ്ഞാലും ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഒന്നേ പറയാനുള്ളൂ, ജനങ്ങൾ എല്ലാ കാലവും വിഡിത്തം സ്വീകരിക്കില്ല, എപ്പോഴെങ്കിലും തിരിച്ചറിയണം, മനസ്സിലാക്കണം എന്ന് മാത്രമേ നമുക്ക് ഈ വേദിയിൽ നമുക്ക് പറയാനുള്ളൂ. വെള്ളമായാലും വെളിച്ചായാലും തീർത്തും പരാജയപ്പെട്ടൊരു ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രധാന ആരോപണം, അതായത് വെള്ളമില്ല വെളിച്ചമില്ല എന്ന് വരെ പറയുന്നുണ്ട് പ്രതിപക്ഷം. പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും ഭരണസമിതി അംഗങ്ങളാണ് എല്ലാവരും. പക്ഷേ അപ്പുറത്തെ മുന്നണിയിലുള്ളവർ പറയുന്നത് അതാണ്. തീർച്ചയായും വികസനങ്ങളെ അത് മോശമാക്കി കാണുകയും വികസന മുരടിപ്പ് പറയുക എന്നത് ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ദൗത്യമാണ്. അത് ആ വികസനങ്ങളെ കാണാണ്ടാണോ അത് കണ്ടിട്ട് കണ്ടില്ല നടിക്കുന്നത്, അത് ജനങ്ങൾക്ക് മനസ്സിലാവും. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഈ 4 വർഷം കൊണ്ട് ചെയ്തിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം. വെളിച്ചത്തിൻ്റെ കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട ചാക്കോ മെമ്പർ പറഞ്ഞു. അത് വെളിച്ചം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ NH വികസനവുമായി ബന്ധപ്പെട്ട് ഈ നമ്മൾ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകളും മാറ്റിയിട്ട് NHൻ്റെതായ പോസ്റ്റുകൾ ഇട്ടിട്ട് അവരുടേതായ ഇലക്ട്രിസിറ്റിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരത് ഊരി വെച്ചെടുക്കണം, അവരത് കാലോചിതമായി മാറ്റിയിടും. അതുകൊണ്ടുള്ള ഒരു വെളിച്ചക്കുറവാണ് അവിടെ ഉള്ളത്. പിന്നെ LED ബൾബുകൾ അവർ ഊരിക്കൊണ്ടുപോയിട്ട് ഹൈമാസ് മിനിമാസ് ലൈറ്റുകളൊക്കെ നമ്മൾ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ തുടർന്ന് ഇപ്പോൾ അവരുടെ വർക്കിനനുസരിച്ച് അവർ ആ ലൈറ്റ് ഇട്ട് പോകും. അല്ലാതെ ഉൾപ്രദേശങ്ങളിലൊന്നും ലൈറ്റിനോ വെളിച്ചത്തിനൊന്നും ഒരു കുറവും ഇല്ല. പിന്നെ കുടിവെള്ളം ഇതുപോലെ NHുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. NH അത് അവർ പൊളിക്കുന്നു, ഡ്രൈനേജ് പൊളിക്കുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളം പല സ്ഥലത്തേക്കും എത്താത്തത്. പ്രത്യേക പദ്ധതികളില്ല. അതായത് കഴിഞ്ഞ ഭരണസമിതികൾ കൊണ്ടുവന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക്, കാരണം നിരന്തരം നമുക്കറിയാം തീരദേശ മേഖല അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടാവും, ഒപ്പം തന്നെ ജലക്ഷാമം രൂക്ഷമായിരിക്കും. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ഭരണസമിതികളിലെ പദ്ധതികൾക്കപ്പുറത്തേക്ക് പുതിയ കുടിവെള്ള പദ്ധതികളൊന്നും തന്നെ കൊണ്ടുവന്നില്ല എന്നാണ് ചാക്കോ മെമ്പർ പറയുന്നത്. കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ വാർഡിലും കുടിവെള്ള സമൃദ്ധിയാണ്. ഈ നാഷണൽ ഹൈവേ പൈപ്പ് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഇവിടെ വെള്ളം കിട്ടാത്തൊരു വിഷയം വരുന്നുള്ളൂ. അല്ലാതെ പൈപ്പ് ഓൾറെഡി നല്ലൊരു ഫ്ലോയിലാണെങ്കിൽ ഇവിടെ എവിടെയും കുടിവെള്ളക്ഷാമം ഇല്ല, പണ്ടത്തെ പോലെയൊന്നുമില്ല. പിന്നെ ബഹുമാനപ്പെട്ട ചാക്കോ മെമ്പർ പറഞ്ഞ പോലെ മുമ്പത്തെ ഒരു 5ാം വാർഡിലെ ഒരു കുടിവെള്ള ടാങ്കിൻ്റെ ഒരു ചെറുകിട പദ്ധതി ഈ ഭരണസമിതി വന്ന ഫസ്റ്റ് ടൈമിലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വൻ പ്രോജക്റ്റാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ സ്ഥലം നമ്മൾ വാങ്ങിച്ചു വാട്ടർ അതോറിറ്റിക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. 2 കോടി രൂപയുടെ പൈപ്പ് ലൈനിൻ്റെ ടെൻഡർ എടുത്തു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഒരു സാങ്കേതിക കാരണം കൊണ്ട് ആ ടാങ്ക് ടെൻഡർ നടപടികളിലാണെങ്കിലും കൂടിയിട്ട് ടെൻഡർ എടുത്തിട്ടില്ല. അതാണ് ഒരു മെയിൻ കാരണം. പൈപ്പ് കണക്ഷൻ ഉണ്ടായിട്ടും കുടിവെള്ളം എത്താത്തതിന്റെ കാരണം അതാണോ? കുടിവെള്ളം എത്താത്തതിന്റെ കാരണം NHുമായി ബന്ധപ്പെട്ട് അവർ ഡ്രൈനേജ് പണിയുമ്പോൾ പൈപ്പ് പൊട്ടിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഇവിടെ ഒരു പഞ്ചായത്തിൽ വേറൊരു വിഷയമല്ല, വെള്ളം സമൃദ്ധിയാണ്. അപ്പൊ ഈ ജലക്ഷാമമുള്ള ഈ സമയത്ത് മറ്റേ വാട്ടർ ടാങ്കറുകളിലടക്കം വെള്ളം എത്തിക്കുന്ന സമയത്ത് ടാങ്കർ ലോറിയിൽ നമുക്കിപ്പോൾ കളക്ടറുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് നമുക്ക് ആ ഒരു കളക്ടറുടെ നിർദ്ദേശം കിട്ടുള്ളൂ. ആ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സമൃദ്ധി വെള്ളം അടിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ തന്നെ ഒരു 12 ലക്ഷം രൂപയുടെ കുടിവെള്ളം ഇവിടെ ഒരു പഞ്ചായത്തിൽ അടിച്ചു കൊടുത്തു. അത്രയും പൈസയുടെ വെള്ളം അടിച്ചു കൊടുക്കേണ്ട ഒരു സാങ്കേതിക കാരണം വന്നതെന്ന് വെച്ചാൽ ഈ NHുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കുറേ നാളുകളായിട്ട് ഇപ്പോൾ 9ാം വാർഡിൽ 8ാം വാർഡിൽ 10ാം വാർഡിലൊന്നും തീരെ വെള്ളം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും പൈസ ഫണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളം അടിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഭരണസമിതി എല്ലാവരും ഭരണസമിതിയിൽ തന്നെയാണ് എടുത്തത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്കും BJP മെമ്പർക്കൊക്കെ അറിയാവുന്ന കേസാണത്. അതായത് മറ്റേ റോഡ് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലായിടത്തും ഉള്ളൊരു പൊതു പ്രശ്നമാണ്. കാരണം റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നതല്ല. പക്ഷെ അപ്പോഴും പഞ്ചായത്ത് അതിന് പ്രത്യേകമായ നിബന്ധനകളോ അത്തരം കരാറുകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ചാക്കോ മെമ്പർ പറയുന്നത്. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം റോഡ് തകർന്നെന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഒരുമിനൂർ പഞ്ചായത്തിന് മാത്രമുള്ളൊരു വിഷയമല്ല, മൊത്തത്തിലെ എല്ലായിടത്തും കേരളത്തിലെ എല്ലായിടത്തും ഉള്ള ഒരു വിഷയമാണത്. പുനർനിർമ്മാണം പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു കരാർ അവരുമായി എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ആക്ഷേപം. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അത് എല്ലായിടത്തും ഉള്ളൊരു കേസാണ്.
അവർ വാട്ടർ അതോറിറ്റിയുമായിട്ട് പ്രത്യേക എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ അവരത് പൊളിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്തിനെ നമ്മളോട് ചോദിക്കുക പറയുക ചെയ്യാതെ അവരത് പൊളിക്കുന്നു. അതൊക്കെ ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ആ റോഡുകളൊക്കെ നല്ല രീതിയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ 3 റോഡുകൾ ഇപ്പോൾ ഏകദേശം വർക്ക് ചെയ്യുന്നുണ്ട്. 25 ലക്ഷം രൂപ വെച്ചുകൊണ്ട് മുത്തമാവ് കാരേക്കാട് റോഡ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ വർക്ക് ഇപ്പോൾ TS ആയിട്ടുണ്ട്. അത് ടെൻഡർ നടപടികളാണ് കിടക്കുന്നത്. അത് ഉടനെ തന്നെ ആരംഭിക്കുക. പിന്നെ ഈ സമാന്തര റോഡ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റോഡ്. 45 ലക്ഷം രൂപ വകയിരുത്തി കൊണ്ട് തന്നെ ആ റോഡും ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലോക്കിൻ്റെ വർക്ക് വെച്ചുകൊണ്ട് സമാന്തര റോഡിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റോഡില്ല ഇനി ചെയ്യാം. ഇപ്പോൾ ബാക്കിയുള്ള റോഡുകൾ ചെയ്യാനുള്ളത് നമ്മൾ 25-26 പദ്ധതിയിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാ മെമ്പർമാരോടും ചോദിച്ചുകൊണ്ട് തന്നെ വർക്ക് വെക്കണം, എവിടെ വർക്ക് വെക്കണം ചോദിച്ചുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ നമ്മളത് ഈ ഭരണസമിതി കഴിയുന്നതിനുള്ളിൽ എല്ലാ റോഡുകളും നല്ല സജീവമായി നല്ല വൃത്തിയോടുകൂടി തന്നെ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. നേരത്തെ മറ്റൊരു ആരോപണം ലൈഫ് പദ്ധതിയെ സംബന്ധിച്ചാണ്. അതായത് ലൈഫ് പദ്ധതിയിൽ ആദ്യം പ്രസിഡന്റ് പറഞ്ഞു ഇത്ര പേർക്ക് കൊടുത്തു കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ പോലും പ്രധാനമായി അദ്ദേഹം ആരോപിക്കുന്നത് പല നടപടിക്രമങ്ങളിൽ പല ഇടപെടലും പഞ്ചായത്തിൽ നടത്തേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും നടത്താതെ വരുമ്പോൾ അവർക്ക് ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പ്രത്യേക ഇടപെടലുകളൊന്നും നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വളരെ നല്ല രീതിയിൽ അത് നടത്തി പോകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്ത് സ്ഥലം കൊടുക്കുന്ന കാര്യത്തിൽ 11 പേർക്ക് ഇപ്പോൾ സ്ഥലം കൊടുത്തു. ഇത്രയും ചെറിയൊരു പഞ്ചായത്തായിട്ട് വരും പ്ലാൻ ഫണ്ട് വളരെ കുറവായിരുന്നെങ്കിൽ പോലും മറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് 11 പേർക്ക് സ്ഥലം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് എഗ്രിമെൻറ്റ് വെക്കേണ്ടതിനൊന്നും തടസ്സമില്ല. ഇനിയിപ്പോൾ ഈ സ്ഥലം വാങ്ങിച്ചെടുക്കുന്ന പെട്ടെന്ന് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളത് വീട് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ചാക്കോ മെമ്പർ പറയുന്നത് ഇപ്പോൾ ഒരുമനിയൂരത്തെ കാര്യം മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CRZ നഞ്ച അതെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. CRZ ഇപ്പോൾ 100 മീറ്ററിൽ നിന്ന് 50 മീറ്ററാക്കി ചുരുക്കിയിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ അത് തീരുമാനം എടുത്തിട്ട് വേണ്ടപ്പെട്ട അധികാരികൾക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇടപെടുന്നില്ല എന്ന് പറയുന്നത് അതൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു എന്തെങ്കിലും പറയണ്ടേന്ന് വെച്ചിട്ട് പറയണതാണ്. അല്ലാതെ ഇവിടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു നികുതി വർധനവ് നടത്തി തിരിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ടതായ തുക തിരിച്ചു കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം. അതെ അത് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5.5 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പഞ്ചായത്താണ്. അത് നെടുകെ നമ്മുടെ നാഷണൽ ഹൈവേ പോയത് കൊണ്ട് തന്നെ അത്രയും കുറച്ചൊരു സ്ഥലമാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആകെ വരുമാനം എന്ന് പറയുമ്പോൾ ഈ കെട്ടിട നികുതി മാത്രമാണ്. വേറൊരു വരുമാനവും നമുക്കില്ല. വേറൊരു ഓൺ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ടൂറിസം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, ചേറ്റുവ ടൂറിസം, അതിനുവേണ്ടി നമ്മളെല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ വെച്ച് തീരുമാനമെടുത്തുകൊണ്ട് ആദ്യം അപേക്ഷ തരുന്നവർക്ക് കൊടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ 5 പേർക്ക് വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ അവരുടെ പൈസ കൊടുക്കില്ല എന്ന് പറയാനില്ല. നമ്മൾ എന്തായാലും ഈ ഭരണസമിതി തീരുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള റീഫണ്ട് പൈസ എന്തായാലും കൊടുത്തിരിക്കും. മറ്റൊരു പ്രധാന ആരോപണം മറ്റേ സിന്ധു മെമ്പറാണ് പറഞ്ഞത്. അതായത് ഫണ്ടുകൾ യഥാവിധി എല്ലാ വാർഡുകളിലും എത്തുന്നില്ല. അഥവാ എത്തിയാൽ തന്നെ അതിൽ രാഷ്ട്രീയം കലരുന്നു. കൃത്യമായി നേതൃത്വത്തിലുള്ള പാർട്ടികളുടെ ആളുകൾക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്നാണ് സിന്ധു മെമ്പറുടെ ആരോപണം. അത് ശരിയാണോ? ശരിക്കും ഫണ്ട് വിധത്തിൽ വിവേചനമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടെ ആകെ പ്ലാൻ ഫണ്ട്, റോഡ് മെയിൻ്റനൻസ് ഫണ്ടൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ വാർഡുകൾക്കും നമ്മൾ അനുയോജ്യമായ റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല. റോഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്നതല്ലേ ജനങ്ങൾക്ക്. നമ്മളൊരു വോട്ട് ചെയ്തവൻ്റെയും വോട്ട് ചെയ്യാത്തവൻ്റെയും ഒരു പ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ ബഹുമാനപ്പെട്ട സിന്ധു മെമ്പറുടെ വാർഡിൽ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മെമ്പർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചും പറഞ്ഞു ചെയ്യണ്ടേ ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്യിപ്പിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മെമ്പർക്ക് അറിയുന്ന കാര്യമാണ്. അല്ല, ഒരിക്കലും ലാസ്റ്റ് നിമിഷം ഇപ്പൊ ഇറങ്ങാനുള്ള ലാസ്റ്റ് നിമിഷം ഒരു പൊടി ഇടണമെന്ന് വിചാരിച്ച് തന്നിട്ടുള്ള ഫണ്ടാന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം അതിന്റെ നിജസ്ഥിതി അത് ആ റോഡ് വന്ന് കണ്ടാലും നമുക്കറിയാം. ആ ഒരു പൈസ കൊണ്ട് നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിൽ പോവില്ല എന്നുള്ളത്. അതാണ് പ്രത്യേകത. അപ്പൊ ഇത് എന്തെങ്കിലും തന്നു എന്ന് വരുത്താൻ വേണ്ടി ഈ 4 വർഷക്കാലത്തിലില്ലാത്തത് ഈ ലാസ്റ്റ് നിമിഷത്തിൽ, അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞാനത് നിഷേധിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് അത് സംഭവിച്ചത്. ലാസ്റ്റ് നിമിഷം നമുക്ക് എന്തെങ്കിലും തരണമല്ലോ.
പറഞ്ഞു നിൽക്കാൻ അവരുടെ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതന്നെ നടക്കുന്നുള്ളൂ. അതാണ് സത്യം. അതായത് ചാക്കോമാർക്കറിയാം, അതായത് പല കാര്യങ്ങളിലും അതായത് സാങ്കേതികത്വമാണ് ഈ പറഞ്ഞ ആരോപണങ്ങളോ അല്ലെ ആക്ഷേപങ്ങൾക്കോ കാരണമാകുന്നത് സാങ്കേതികത്വമാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതാണോ? അല്ല, സാങ്കേതികത്വം ഒരു വാക്കുണ്ട്. അതിന് തെറ്റുപറ്റിയ സോറി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞാണ് സാങ്കേതികത്വം പറയണത്. പക്ഷേ ഇവിടെ രണ്ട് ഭരണസമിതി ഈ ബോർഡിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പ്രസിഡന്റ് ഉള്ളപ്പോൾ ഒരു 50 ലക്ഷം രൂപ ലാപ്സാക്കി കളഞ്ഞത് 2022-23 23, 24, 30 ലക്ഷം. ഈ ഒരുമിനി പഞ്ചായത്ത് പറഞ്ഞാൽ ചെറിയ കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയൊരു പഞ്ചായത്ത്. ഇത്ര അധികം പൈസ ഈ LMRന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കി തീർപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അവരായിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ എന്താണ് അതിന് തടസ്സം? ഇവിടെയാണോ LMR? എല്ലാവർക്കും LMR ഉണ്ടല്ലോ. ഗവൺമെന്റ് നിയമം വന്നു കഴിഞ്ഞാൽ ഒരുമിനി പഞ്ചായത്തിന് മാത്രമല്ലല്ലോ, കേരളത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ട്? ഇത്ര അധികം പൈസ ലാപ്സാക്കി. ഈ ലാപ്സാക്കിയിട്ട് എന്തുണ്ടായി? പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ 24-25 വന്നപ്പോ ഞങ്ങളെ വാർഡുകൾക്കൊന്നും പൈസ ഇല്ല. ഈ പൈസ വന്ന ഫണ്ട് ചെലവാക്കിയില്ലെങ്കിൽ സ്പിൽ ഓവർ കുറയുമല്ലോ. ഈ കുറയുമ്പോൾ ഈ പൈസ അവരെ LDF വാർഡുകൾക്ക് മാത്രമായിട്ട് കൊടുത്തു. ഞങ്ങളെ വാർഡ് 4, 8 എനിക്കും കൂടിയിട്ട് ചെറിയ കുറച്ച് പൈസ തന്നില്ല, ആർക്കും തന്നിട്ടില്ല. ഞങ്ങളെ വാർഡുകൾക്ക് പൈസ ഇല്ല. കിട്ടിയ പൈസ വെച്ചു. പിന്നെ ഈ പഞ്ചായത്തിന്റെ തനത് വരുമാനം കൂട്ടാൻ 10-20,000, 30,000 രൂപ ബില്ല് വരുന്നുണ്ട് ഈ പഞ്ചായത്തില്. ഈ സോളാർ പാനൽ കഴിഞ്ഞ ഭരണസമിതി വെച്ചിട്ടാണ്. ഇത് കംപ്ലൈന്റ് ആയിട്ട് എത്ര ദിവസമായി? ഈ സോളാർ പാനൽ മാസങ്ങളായി. ഈ സോളാർ പാനൽ വെക്കാൻ അവർക്ക് പറ്റില്ലേ? സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ എത്ര പൈസ നിലവിൽ പഞ്ചായത്തിന് സോളാർ കംപ്ലൈന്റ് ആണല്ലോ. സോളാർ നമ്മളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണ്ട. ഇവിടെ സോളാർ ഉണ്ട്, അതുപോലെ തന്നെ PHS സോളാർ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണല്ലോ നമ്മള്. അത് ഇലക്ട്രിക് സാധനങ്ങളായി കഴിഞ്ഞാൽ കേടാവും. അത് ഇലക്ട്രിക് സാധനങ്ങളാകുമ്പോ ഓൾറെഡി അത് കേടാവും. നമ്മളത് ശരിയാക്കും. അതാണ് അതിന്റെ ഒരു ഇത്. ചെയ്യാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പഞ്ചായത്ത് കൊടുക്കാണ്. ഇവിടെ എന്താ പഞ്ചായത്തിന് ഓരോ കല്യാണങ്ങളും മറ്റു പാവപ്പെട്ട ആൾക്കാർ കല്യാണങ്ങൾ അല്ലെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മരണാവശ്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട്. ഈ ഓളിന് വാടക എടുക്കുമ്പോൾ ഈ കറണ്ട് ബില്ല് പഞ്ചായത്തിന്റെ പൈസ പോണത് 30,000 രൂപ ബില്ല് ഒരു പൈസ പോലും അടച്ചിരുന്നില്ല. ഇലക്ട്രിസിറ്റി പൈസ സോളാർ അത് ഇപ്പൊ കുറച്ച് നാളായിട്ട് കംപ്ലൈന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന് 2 ഹോളുണ്ട്. ഇതിലൊക്കെ ഫ്രീ ആയിട്ട് കറണ്ട് സോളാറിന് പോയിരുന്നാണ്. സോളാർ ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് ഒരു കൊല്ലത്തിന് മേലെയാണ്. ഞാനത് വെച്ച് ബില്ല് അടിച്ച് കഴിഞ്ഞ മാസം ബില്ല് എടുത്ത് കൊടുത്ത് കാണിച്ചു തരാം. ഞാൻ ധനകാര്യ ചാനൽ കമ്മിറ്റി മെമ്പറാണ്. 22,000 രൂപയുടെ മേലെ ബില്ല് വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല്. ഈ പൈസ ഇവിടെ അടച്ചു പോയിരുന്നല്ലേ? ഇത് കംപ്ലൈന്റ് വന്ന് നന്നാക്കണ്ടേ? ഇത് ഉത്തരവാദിത്തം ആയിരിക്കാം പ്രസിഡന്റിനല്ലേ? പ്രസിഡന്റിന്റെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യലല്ല നടപടി സ്വീകരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഇവിടെ 1 വർഷത്തിന് മേലെയൊന്നുമില്ല. ഒരു വർഷത്തിന് മേലെയൊന്നുമില്ല. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവിടെയും സോളാർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ സോളാർ ഉണ്ട് ഉണ്ടല്ലോ. നമ്മളത്രേ സോളാറുകളുള്ള ഏറ്റവും കുറവ് പഞ്ചായത്തിലൊരെണ്ണാണ് നമ്മുടെ പഞ്ചായത്ത്. നമ്മളത് മെയിൻറ്റെയിൻ ഇലക്ട്രിക് സാധനങ്ങളല്ലേ, അത് കേടുവരും. നമ്മൾ ഇന്നത്തെ കാലത്ത് സംസ്ഥാന സർക്കാർ അടക്കം സൗരോർജ്ജത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും ഉത്തരവാദിത്തം തന്നെയാണ്. ആ ഉത്തരവാദിത്തം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല, അപ്പോഴും കാലതാമസം വരുന്നു എന്നാണ് പറയുന്നത്. സാങ്കേതിക കാലതാമസമുള്ളൂ, അല്ലാതെ സാങ്കേതിക കാലതാമസം മാത്രമല്ല. അതിന് ശരിക്കും എന്താണ് സാങ്കേതികത്വം പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണോ? സാമ്പത്തിക പ്രതിസന്ധി അത് അത് ഈ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ടെൻഡർ വേണം, പിന്നെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അപ്പൊ അതിന്റെ ഒരു സാങ്കേതികത്വമാണോ? ഇത്ര വർഷത്തെ ഗ്യാരണ്ടി ആണല്ലോ, അത്രേ ഉള്ളൂ. അതെന്തായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വേറെ വിഷയമൊന്നുമില്ല. ശരിക്കും അതായത് ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ സേവനങ്ങൾ എത്തിക്കേണ്ട പഞ്ചായത്തിൽ തന്നെ ഇതുപോലുള്ള പഞ്ചായത്തിന്റെ കാര്യങ്ങൾ തന്നെ ഇത്രയും താമസം എടുക്കുമ്പോൾ ജനങ്ങളുടെ സ്വാഭാവികമായിട്ടും നീണ്ടുപോകുന്ന സാങ്കേതിക തടസ്സങ്ങളാണല്ലോ, അല്ലാതെ വേറെ തടസ്സമൊന്നുമില്ല. ഈ ടെൻഡർ നടപടികള് അതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങൾ മുറ പോലെ എന്ന് പറയുന്നത് പോലെ അത് ടെൻഡർ അങ്ങനെ നമ്മളടക്കമുള്ള ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെട്ടില്ല, നന്നായി ഇടപെടുന്നുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവനക്കാര് അല്ല, അതൊരു യാഥാർത്ഥ്യാണ്. അതൊരു യാഥാർത്ഥ്യാണ്. അതൊരു യാഥാർത്ഥ്യാണ്. നമ്മള് DDP-നെ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഓൾറെഡി 2 പേര് ഇവിടെ അപ്പോയിന്റ് ചെയ്തതായിരുന്നു. ആ 2 പേര് വന്നിട്ടില്ല, ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മളത് ഇടപെടാണ്ടൊന്നുമല്ല. ഇവിടെ ഒരു VO ഉള്ളോ
അതുപോലെ സ്റ്റാഫുകൾ, അത് ബഹുമാനപ്പെട്ട ചാക്കോ മെമ്പർ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇടപെടാണ്ടല്ല, അതിന്റെ ഒരു സാങ്കേതിക തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും നമുക്കത് നേരിടുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഉള്ള സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റാഫ് വേണം എന്നുള്ളത് നമ്മുടെ നിർബന്ധം തന്നെയാണ്. ഒരു പഞ്ചായത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സ്റ്റാഫ് വേണം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അത് അംഗീകരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ അവഗണനയാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയില്ല. നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കുന്നുണ്ട്, എന്തായാലും സ്റ്റാഫിന് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഇടപെടുന്നുണ്ട്, സ്റ്റാഫ് വരും. ചെറിയ പഞ്ചായത്തായാലും സാറേ ഇതില് എന്ന് വെച്ചാല് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്ട്. ഇവിടെ ഹോസ്പിറ്റലില്ലാന്ന് മാത്രമല്ലോ, 2 ഹോളുണ്ട്. അപ്പോൾ മാരേജിന്റെ കേസ് വരും, പിന്നെ ഡെത്ത്, അതേമാതിരി പെൻഷൻ, ഇപ്പൊ ഈ മാർച്ച് മാസമാണ് ടാക്സ് പിരിവ്, അങ്ങനെ പല കാര്യങ്ങളിൽ ചെയ്യാനുള്ള സമയത്ത് ഇത്രയധികം സ്റ്റാഫുകൾ പറയുമ്പോൾ ഇനിയുള്ള സ്റ്റാഫുകൾ ലീവ് എടുക്കും. അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇവിടെ ആരുമില്ലാത്ത അവസ്ഥ, സെക്രട്ടറി മാത്രമായിട്ടുള്ള അവസ്ഥകളൊക്കെ വരികയാണ്. അതാണ് പറയുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ട് അതിന് പ്രഷർ ചെയ്യേണ്ടത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് LDFന്റെ ഒരു പ്രസിഡന്റാണ്. LDF ആണ് ഭരിക്കുന്നത്, LDFന്റെ MLA ആണ്, എല്ലാം LDF ആണ്. അപ്പൊ ഇത് ചെയ്യേണ്ട കാര്യം പ്രസിഡന്റ് ചെയ്യണം. പ്രസിഡന്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയേണ്ട ഒരു ആവശ്യം. ചെയ്യിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഉചിതമായ ഒരു മറുപടി അല്ല അത്. മറ്റുള്ളവരെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ തന്റെ വർക്കും മറ്റുള്ളവരുടെ വർക്കും ചെയ്യുമ്പോൾ അത് വരുന്ന ഡിലേ ആ സ്റ്റാഫിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ശാശ്വത പരിഹാരമല്ല, ഒരു മറുപടി അല്ല അത്. ജീവനക്കാരില്ല എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഒരു പ്രശ്നമാണ്. പുതിയ PSC ലിസ്റ്റ് ചെയ്ത് എടുത്തിട്ട് അപ്പോയിന്റ് ചെയ്യും എന്നാണ് ഞങ്ങള് വേണ്ടപ്പെട്ട നമ്മുടെ അതൊരു കാര്യമാണല്ലോ. അല്ല നമ്മുടെ പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നമല്ല ഈ സ്റ്റാഫുകളുടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ കുറ്റമൊന്നല്ല. ഈ നമ്മൾ ഏതൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതൊരു ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ തലത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. അതായത് ഇത് നമ്മളുടെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ നമ്മളുടെ മാത്രം പ്രശ്നമല്ല എന്നിങ്ങനെ പറയുമ്പോൾ പോലും ഈ പ്രശ്നങ്ങളുള്ള പഞ്ചായത്തുകളെല്ലാം വേണ്ടപ്പെട്ട രീതിയിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ നേടിയെടുക്കാനുള്ളതെന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാണെങ്കിൽ അത്തരത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പഞ്ചായത്ത് പോകേണ്ടതല്ലേ ശരിക്കും? അതൊരു കൂട്ടായ്മയാണെങ്കിൽ, കാരണം പ്രസിഡന്റുമാരുടെ അസോസിയേഷനുകളുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റുമാരുടെ സംഘടനകളുണ്ട്. അത്തരത്തിലേക്കൊക്കെ സർക്കാരിലേക്ക് അത് പോയി പ്രഷർ ചെലുത്തി കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിൽ ആ നിയമനം നടത്തേണ്ടതല്ലേ? അത് കാരണം ഇതുപോലുള്ള ഒഴിവുകേടുകൾ ഒഴിവാക്കാൻ വേണ്ടി, കാരണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പ്രസിഡന്റ് അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ 2 സ്റ്റാഫിനെ ഇപ്പോൾ നിയമിച്ചത്. ആ 2 പേരിപ്പോൾ അപ്പോയിന്റ് ജോയിൻ ചെയ്തില്ല. അവര് നമ്മളെല്ലാ മേഖലയിലും എല്ലാ അധികാരികളെടുത്തും നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ പോയി കാണുന്നുണ്ട്, ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ സ്റ്റാഫ് ഓൾറെഡി കുറവാണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കലാകായിക സാംസ്കാരിക രംഗത്തേക്ക് എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ ആ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പദ്ധതികൾ എന്തെങ്കിലും അങ്ങനെയാണ്? കലാകായിക സാംസ്കാരിക രംഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കേരളോത്സവം പോലത്തെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ നടത്താറുണ്ട്. ഇപ്പോൾ ഇത്തവണ ക്ലബ്ബുകാർക്ക് സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരോടൊപ്പം തന്നെ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ഈ നമുക്കറിയാം ഇപ്പോൾ ഒരു ലഹരിയിലാണ് യുവാക്കൾ കൂടുതലും അടങ്ങിയിരിക്കുന്നത്. അത്തരത്തിലേക്ക് അപ്പം കായിക രംഗത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രംഗങ്ങളിലേക്ക് യുവാക്കളെ എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മറികടക്കാൻ, അപ്പോൾ അവിടെ പഞ്ചായത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ നടപടികൾ എടുക്കാൻ കഴിയുന്ന മേഖല കൂടിയാണ് പഞ്ചായത്തിന്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കായിക രംഗത്ത് കൂടുതൽ ഗ്രൗണ്ടുകൾ, അല്ലെങ്കിൽ അത്തരം പൊതു ജിമ്മുകൾ, നേരത്തെ വനിത ഇത് പറഞ്ഞു, ജിമ്മ് പറഞ്ഞു, അതുപോലെ യുവാക്കൾ അത്തരം കാര്യങ്ങളിലേക്ക് പ്രത്യേകമായ പദ്ധതികൾ പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു സ്ഥലപരിമിതിയുള്ള ഒരു പഞ്ചായത്താണ് ഒരു ഗ്രാമപഞ്ചായത്ത്. വീട് വയ്ക്കാൻ തന്നെ സ്ഥലമല്ല, ഉള്ളത് തന്നെ CRZ മേഖലയിൽ പെട്ടുകൊണ്ട് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. ഈ ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലഹരി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. നമുക്കിപ്പോൾ അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും മക്കൾക്കായാലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയായാലും നമ്മളതിനൊരു വിഭാവനം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കലാകായിക സാംസ്കാരിക രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവരെ ആ ലഹരിയിൽ നിന്നും മാറ്റാനുള്ളൊരു പദ്ധതിയൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിൽ വേറെ ഇവിടെ ഒരു സബ് സെന്റർ ഉണ്ടായിരുന്നു, 3-4 കൊല്ലമായി പൊളിച്ചു പോയിട്ട്. സബ് സെന്റർ, 2 അംഗൻവാടി,
തെക്കേ ഭാഗത്തുണ്ട്. ഹൈവേയിൽ വിളിച്ചു പോയതാണ്. പൈസ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. പക്ഷെ അതിന് സ്ഥലം എടുക്കാനോ ആ അംഗൻവാടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുപേരിൽ പോലും അനങ്ങിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സബ് സെന്റർ എവിടെ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിന് സ്ഥലം നഞ്ചിയാണ്. അതിന്റെ പൈസ മേടിക്കാൻ അതിനൊരു ഫണ്ട് വെക്കണം. അതിന്റെ പൈസ തരാൻ ഭരണസമിതി പ്രസിഡന്റ് ഇതായിട്ട് സംസാരിക്കണ്ടേ, മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ MLA ആയിട്ട് സംസാരിച്ചിട്ട് അതിന് ഫണ്ട് വെക്കണ്ടേ? സബ് സെന്ററിന്റെ ഫണ്ട് വേണ്ടേ? ഫണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതായത് 2 അംഗൻവാടിക്ക് എടുത്തുപോയി. അതിന് ആധാരം നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അത് കിട്ടില്ല. അതിന്റെ ആധാരം ഡോക്യുമെന്റ്സ് ഒന്നും നമ്മുടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് നമുക്ക് സബ് സെന്റർ പറഞ്ഞല്ലോ. സബ് സെന്ററും അതുപോലെ 2 അംഗൻവാടി തെക്കൻ ഭാഗത്താണ്. കുട്ടികൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളിലേക്ക് ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. 4 കൊല്ലത്തിനോളായി സബ് സെന്ററും അംഗൻവാടി പൊളിച്ചു പോയിട്ട്. സബ് സെന്റർ സ്ഥലം നമ്മൾ ഒരാളിപ്പോ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 10 സെന്റ് സ്ഥലം. അത് ഇപ്പോൾ തരം മാറ്റാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഫണ്ട് MLA മുഖേന ഫണ്ട് എന്തെങ്കിലും അനുവദിക്കുന്നതാണെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ എടുത്തു പോയ ഫണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് തരാൻ പറ്റില്ല എന്നാണ് നമ്മൾ പല കത്തുകളും ഭരണസമിതിയുടെ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ പല കത്തുകളും അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫണ്ടൊന്നും എന്തെങ്കിലും കിട്ടില്ല. പുതിയ ഫണ്ടുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ MP ആയാലും MLA ആയാലും ആരായാലും ഒരു ജനപ്രതിനിധി നിലയിൽ നമുക്ക് പല ഫണ്ടുകൾ കിട്ടില്ല. നമ്മൾ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഫണ്ട് തരുമല്ലോ. മറ്റുള്ളവർ എത്ര ഫണ്ട് തരുന്നു? ഇപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പല വികസന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ MP ഫണ്ടൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ളതാകെ മുൻ MP ആയിരിക്കുമ്പോൾ TN പ്രതാപൻ അവരുടെ ഒരു ഇതിലാണ് ഒരു അംഗൻവാടി നമുക്കൊരു 25 ലക്ഷം രൂപ പാസ്സായിക്കൊണ്ട് ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് 2 കെട്ടിടങ്ങൾക്ക് സ്ഥലം ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ തരികയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും നമുക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ളതാണ്. പക്ഷെ നമ്മൾ വികസനം വരുമ്പോൾ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കൂടി ഒരു ആലോചിക്കേണ്ടത് ഒരു ഔചിത്യമാണ്. സിന്ധുമാർക്ക് എന്തെങ്കിലും ഇതിനപ്പുറത്തേക്ക്, അതായത് പ്രസിഡന്റ് പറഞ്ഞതും അതുപോലെ ചാക്കോമ്പറ പറഞ്ഞതും അല്ലാതെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഇനി വികസന കാര്യങ്ങളിൽ എത്തേണ്ടത് ഏതെങ്കിലും മേഖലയുണ്ടോ? നമുക്ക് മെയിനായിട്ട് ഈ റോഡും വെള്ളം തന്നെയാണ് നമ്മുടെ ഏറ്റവും നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇനി പറയാനില്ല. പിന്നെ MP ഫണ്ടിന്റെ കാര്യം, നമ്മൾ MP ഫണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. ഇതുവരെ മുൻ MP കാര്യം പറഞ്ഞു. ഇത് നമ്മളവിടെ പോയിരുന്നു, ചോദിച്ചിരുന്നു, TN പ്രതാപൻ കൊടുത്തിരുന്നു. ഇത് ഇപ്പോഴത്തെ MP നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമുക്കത് ലഭിക്കുന്നുള്ളത് ഷുവറാണ്. പഞ്ചായത്ത് ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്, പഞ്ചായത്ത് ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. അതായത് മെമ്പർമാർ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറയുന്നു, പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറയുന്നു അവരുടെ വാർഡുകളിലേക്ക് ഫണ്ട് തരുന്നില്ല, പഞ്ചായത്ത് ഫണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ അന്വേഷിച്ചുകൂടാ? ആ ഫണ്ടിനെ ബന്ധപ്പെട്ടുകൂടാ? തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടുണ്ടല്ലോ, ശ്രമിക്കുന്നുണ്ട്. നമ്മളുടേതായ രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് പഞ്ചായത്ത് ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല, മറുപടി അല്ല ഇപ്പൊ പറയുന്നത്. ഒരിക്കലും അത് ശരിയായ മറുപടിയും അല്ല. ഒരിക്കലും അത് ഒഴിഞ്ഞു മാറില്ലല്ലോ. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ കിട്ടുന്ന വഴി ശ്രമിക്കുന്നുണ്ട് സാറ്. എത്ര വേണമെങ്കിലും ശ്രമിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. പ്രസിഡന്റിലേക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമഗ്ര വികസനം പൂർത്തിയാകുക ഈ എല്ലാ മേഖലയിൽ നിന്നും ഫണ്ട് വരുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചായത്തിന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ആളോഹരി വിഹിതത്തിനനുസരിച്ച് ഏകദേശം ഒരു എല്ലാ ഫണ്ടും കൂടി മെയിൻ്റനൻസ് ഫണ്ട് കൂടിയിട്ട് ആകെ ഒരു 2.5 കോടി മാത്രമേ നമുക്ക് ഈ പഞ്ചായത്തിൽ കിട്ടുന്നുള്ളൂ. അത് എല്ലാ മേഖലയിലും നിർബന്ധിത പ്രോജക്റ്റുകളുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രോജക്റ്റുകളുണ്ട്, അതൊക്കെ നടപ്പാക്കണം. മറ്റ് റോഡ് മെയിൻ്റനൻസ് ചെയ്യണം, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ ഇത് ചെയ്യണം, ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം, വയോജനങ്ങൾക്ക് കൊടുക്കണം, കാർഷിക മേഖലയിൽ, മൃഗസംരക്ഷണ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ തുടങ്ങി. പിന്നെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ മറ്റു സംയുക്തമായിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിൽ നിന്നുള്ളൊരു ഫണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു സമഗ്ര വികസനം നടത്താൻ പറ്റുള്ളൂ. തീർച്ചയായും ഇവിടെ സാധാരണ കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണിക്ക് പൈസ കൊടുത്തിരുന്നില്ല. സാധാരണ കിട്ടിയിരുന്നതാണ് 1.25 ലക്ഷം രൂപ കിട്ടിയിരുന്നതാണ്. കഴിഞ്ഞ വർഷം പൈസ ഇല്ല. ഈ പാവപ്പെട്ട വീടുകൾ അറ്റകുറ്റപ്പണിക്ക് പൈസ കൊടുക്കുന്നില്ല. അതേമാതിരി SC വിഭാഗക്കാർക്ക് മറ്റേ കല്യാണം കഴിഞ്ഞാൽ, വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ SC
പൈസ കൊടുത്തിരുന്നു. അപ്പോൾ അത് ബ്ലോക്കിൽ നിന്ന് മേടിച്ചോ, അതിനിപ്പോൾ പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല, ബ്ലോക്കിൽ നിന്ന് ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ മേടിക്കും. പക്ഷേ ഇവിടെ കൊടുത്തിരുന്നാണത് SC വിഭാഗക്കാർക്കും SC ജനറൽ വിഭാഗക്കാർക്കും വീട് അറ്റകുറ്റപ്പണിക്കും. ആ പ്രൊജക്റ്റേ ഇപ്പം ഇല്ല. SC വീട് അറ്റകുറ്റപ്പണിക്ക് ഇപ്പം നമ്മളിപ്പോൾ 1 കോടി രൂപ വെച്ചുകൊണ്ട് 2 പദ്ധതി നടപ്പാക്കിയത്, രണ്ടിടത്ത് 42 വീടുകൾ 50 വീടുകളൊക്കെ വെച്ചിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ മെയിൻ്റെനൻസ് വെക്കില്ല. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ നടപ്പ് വർഷം മെയിൻ്റെനൻസിൽ വെച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ലൈഫ് വീടുകൾക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഫണ്ട് വെക്കാഞ്ഞത്. ഇപ്പോൾ ഈ വർഷം ഈ 2025-26 നമ്മൾ എല്ലാം കൊടുക്കാൻ പോകുന്നത് മെയിൻ്റെനൻസ് വർക്കിനാണ്. കൂടുതൽ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് കൊടുക്കുന്നു, മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, SC വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു പ്രൊമോഷനും നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഓക്കെ, എന്തായാലും ഈ 2 വാർഡ് ചെയ്തെന്ന് പറഞ്ഞല്ലേ, LDFന്റെ വാർഡുകളിലാണ് 2 ചെയ്തിട്ടില്ല കേട്ടോ. വേറെ അടുത്ത വർഷം കൊടുക്കുന്നതായിരിക്കും. എല്ലാ വർഷവും പൊതുവായിട്ടുള്ള കാര്യം കഴിഞ്ഞ വർഷം സ്വാഭാവികമായിട്ടും അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനെ ഒരു കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൈസ കൊടുത്തിരുന്നു 1.25 ലക്ഷം രൂപ. ഇപ്പൊ ബ്ലോക്കിൽ നിന്ന് മേടിച്ചോ, ജില്ലയിൽ നിന്ന് മേടിക്കാം. SC ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഈ വിവാഹധന സഹായം കൊടുക്കുന്നത്. അവിടെ SC ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ട്. നമ്മളിവിടെ വെക്കുമ്പോൾ കൃത്യമായ സമയത്ത് ഈ ഫണ്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ ആക്കാൻ കഴിയുന്നില്ല. വിവാഹം എല്ലാം അല്ല, അതേസമയം SC ഡിപ്പാർട്ട്മെന്റ് മുഖേനയാണെങ്കിൽ അവർക്ക് ഏത് മാസം വേണമെങ്കിലും ഏത് സമയത്തായാലും ആ ഫണ്ട് അവർക്ക് കിട്ടാനുള്ള യോഗ്യത അവർക്ക്. അപ്പോഴും പഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയല്ലേ, കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി അത് സുഗമമായി തന്നെ നടപ്പിലാക്കുക നടക്കുന്നുണ്ട്. അത് വേണ്ടത്ര രീതിയിൽ അപ്ലിക്കേഷൻ വരാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കല്യാണം കഴിഞ്ഞാലും വിദേശത്തേക്ക് പോയാലും പൈസ ഈ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിരുന്നു. ബ്ലോക്കിലേക്ക് തട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് ഒരുമനു പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇപ്പൊ 42 വീടിനെ കൊടുത്തു എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരുമനു പഞ്ചായത്തില് എത്ര വാർഡുകളുണ്ടോ ആ വാർഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റകുറ്റപ്പണി ഒരു മെമ്പർക്ക്, ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ആ മെമ്പർക്ക് ആ വീട്ടിലെ കൂടുതൽ കൊടുക്കാനുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. എത്തുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കൊടുക്കുന്നുണ്ട്. പ്രൊജക്ട് 13 ഉണ്ടെങ്കിൽ 13 വാർഡിലേക്ക് ഓരോ അറ്റകുറ്റപ്പണി അംബേദ്കറിൽ കൊടുത്തു എന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് ഒരു പ്രൊജക്റ്റേ അല്ല, പ്രൊജക്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ വാർഡിൽ കൊടുക്കാൻ പറ്റും. 13 എണ്ണം വെക്കും ഞങ്ങൾ. ആ 13 ഓരോ വാർഡിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാറ്. വെച്ചിട്ടില്ല ഇപ്പൊ കൊടുക്കില്ല എന്ന് പറയുമ്പോ അംബേദ്കറിന്റെ കാര്യം പറയുന്നത് ശരിയല്ല. നിലവിൽ ഇപ്പൊ നടപ്പിലില്ല, ആ പദ്ധതി ഇല്ല. ഇന്നില്ലാത്തതിനൊക്കെയുള്ള കാരണമാണ് അവർ ചോദിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ്. ഇന്ന് എന്തുകൊണ്ടില്ല, നമ്മൾ ലൈഫ് വീടുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ ഫണ്ട് ഈ ഫണ്ടിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീടുകൾ കൊടുത്തത്. അപ്പൊ ഇത്തവണ കൂടുതൽ അറ്റകുറ്റപ്പണി നമുക്ക് കൊടുക്കാമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. പുതിയ വീട് കിട്ടുമ്പോ പഴയ വീട് അങ്ങനെയല്ല, നമ്മൾ കൊടുക്കല്ലോ. ഒരു വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വീട് അറ്റകുറ്റപ്പണി ചില ഓട് വീടുകളാണ്, പഴക്കം ചെന്ന വീടുകളാണ്. അതാകെ ഇതായിട്ട് നിൽക്കുന്നുണ്ടാവുക. തൊട്ട മഴയത്ത് വീട്. അപ്പൊ പുതിയ വീടുകൾക്ക് പിന്നെ അവർക്ക് ലൈഫിൽ കൊടുക്കാമല്ലോ. അല്ല, ബഹുമാനപ്പെട്ട ചാക്കോ മെമ്പർ പറഞ്ഞ പോലെ ഈ തകർന്ന് വീഴാൻ പോണ വീടുകൾക്ക് എങ്ങനെയാണ് മെയിൻ്റെനൻസ് കൊടുക്കുക? നമ്മുടെ ലൈഫില്
കാലം കൊടുത്ത് നമ്മൾ അവരെ മാനേജ് ചെയ്ത് പോയി. അല്ല, ചില വീടുകൾക്ക് ചിലപ്പോൾ ഈ ഒരു നിസ്സാര തുകയൊക്കെ കൊണ്ടാണ് മെയിൻ്റെനൻസ് നടത്തുക. അത്തരം കാര്യങ്ങളോടാണ് അവർ നമ്മുടെ നിലവിൽ ചെയ്തോണ്ടെങ്കിൽ ഈ ഒരു വർഷം മാത്രം സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക കാൽക്കുലേഷനിൽ ഒരു കുറവ് വന്നപ്പോൾ നമ്മളത് ഇതിന് കൂട്ടിയിട്ടുള്ളൂ. ഈ വർഷം അതായത് സംസ്ഥാനം നേരിടുന്ന അതായത് സാമ്പത്തിക പ്രതിസന്ധി പഞ്ചായത്തുകളെയും ബാധിക്കുന്നു, അത് പദ്ധതി വിതരണം ബാധിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ചർച്ചകൾ ഇതുപോലെ നിരവധി ഉണ്ടാകും. എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് അധികം നീളമുള്ള സമയപരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമനയൂർ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ ചില പോരായ്മകളും പഞ്ചായത്ത് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതെല്ലാം ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്തായാലും ഇതുവരെ നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജിത സന്തോഷ്, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ KJ ചാക്കോ, ഒപ്പം തന്നെ സിന്ധു അശോകൻ എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി.